ടീച്ചറെ തുടങ്ങാം. അലക്സ് സാറേ വീഡിയോ എടുത്തോ. ശരി സാറേ. ബാഗ് തുറക്കടാ. ആ ബലം പിടിക്കണ ടീച്ചറെ, ഇവന്റെ ബാഗ് എന്തോ ഫ്രൂട്ട് സ്റ്റാളാണെന്ന് തോന്നണ്ടാ. കൈമാറ്റാ. ഈ ബാഗ് ആരുടെയാ? സാറേ ആ ലൈറ്റ് ഒന്ന് കൂട്ടിട്ടാക്കട്ടെ. എന്താടാ എന്റെ ബാഗ് ഇടറാ. ആട്ടെ, നിന്റെ ബാഗ് എടുക്കും. എടുക്കടാ. മേടിച്ചേ പരാഗ്. ഹീറോന്റെ ബാഗിൽ നിന്ന് പരാഗ് തരൂല. കണ്ടല്ല മോനെ, ഞാൻ സാറല്ല സ്റ്റാറാ. എന്റെ അടുത്തൊക്കെ സാർ എനിക്കറിയില്ല. എന്റെ ബാഗിൽ ഇതെങ്ങനെ എനിക്കറിയില്ല സാർ. അതൊക്കെ നമുക്ക് ഹെഡ് മാസ്റ്റർ അടുത്ത് ചെന്നിട്ട് പറയാം. ടീച്ചർ എനിക്കൊന്നും അറിയില്ല. എന്താണ് നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ സാറേ. ജോയൽ അങ്ങനെ ചെയ്യത്തില്ല. നീ വന്നേ വാ. അതെ, ക്ലാസ് ടീച്ചർ എത്തിയില്ലല്ലേ? വരട്ടെ, നിന്നെ കുറിച്ച് എന്നാ നാവാ. വന്ന് കാണട്ടെ. ഇങ്ങോട്ട് നടക്കട. അങ്ങോട്ട് പോ. ടീച്ചർ വാ. എനിക്കൊന്നും അറിയാൻ പറ്റില്ല ടീച്ചർ. ഇത് ഇവന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാ. പോലീസിനെ അറിയിക്കണമെന്ന എല്ലാവരുടെയും തീരുമാനം. പോലീസിനെ അറിയിക്കാനോ? സാർ എന്താ ഈ പറയണേ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഇവനെ. സർ, ഇവനിത് ചെയ്യത്തില്ല. ഇതേ ഇവന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാ. അപ്പൊ പിന്നെ ഇതെന്നാ മായാജാലോ? അന്തരീക്ഷത്തിൽ നിന്ന് പറന്നു വന്ന് ബാഗിൽ കയറാൻ. മായാജാലാണെന്ന് തന്നെ വെച്ചോ. സാറേ, നിരോധിത വസ്തുക്കൾ സ്കൂളിൽ കണ്ട അതിന്റെ പേരിൽ നടപടി എടുക്കുക തന്നെ വേണം. എന്ന് വെച്ച് പാവപ്പെട്ട ഒരു കുട്ടിയെ കൊടുക്കണമെന്ന് വിചാരിച്ച അത് ഞാൻ സമ്മതിക്കില്ല. അതിനി എന്ത് വന്നിട്ടാണേലും ശരി, ഞാൻ സമ്മതിക്കില്ല. അതെ, സ്വർണം കായ്ക്കുന്ന മരം ആണേലും നമ്മുടെ പൊരയ്ക്ക് മീതെ വളർന്നാലേ. ടീച്ചറെ, പഴഞ്ചൊല്ലൊക്കെ എനിക്കും അറിയാം, പറയിപ്പിക്കരുത്. സർ, നമ്മുടെ സ്കൂളിന്റെ അല്ല, നമ്മുടെ നാടിന്റെ തന്നെ അഭിമാനമാണ് ഈ നിൽക്കുന്നത്. എനിക്കിവിടെ നിയമമല്ല, സത്യമാണ് പ്രധാനം. ഏതായാലും പോലീസിനെ വിളിക്കും. എനിക്കും പോലീസിനോട് ചിലതൊക്കെ പറയാനുണ്ട്. ചേട്ടത്തിക്ക് അപ്പുറത്ത് പണിയൊന്നുമില്ലേ? ചെന്നാട്ടെ. സാർ എന്നാ പറയുന്നു? അത് ജോയൽ ഇതിൽ തെറ്റുകാരനല്ലെന്നാ എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങളെല്ലാവരും ഒന്നുകൂടെ വിജിലന്റ് ആവണം. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പോലീസിന് വരുത്താം. വിജിലന്റ് ആവാനൊന്നുമില്ല സർ. എന്നോടുള്ള വിരോധം കൊണ്ട് എന്റെ കുട്ടികളെ കരുവാക്കാനുള്ളൊരു ശ്രമമാണ്. ജോയലിന്റെ കാര്യം ഞാൻ ഏറ്റു സർ. കേട്ടല്ലോ, നിങ്ങൾ ചെല്ല്. ജോയലെ, എന്താടാ ഇത്? നോക്ക്, ജീവിതത്തിൽ ഇമാതിരി സിറ്റുവേഷൻസ്, പ്രതിസന്ധികൾ, അപ്പോഴല്ലേ നമ്മൾ കൂടുതൽ ബോൾഡ് ആവണ്ടേ? ഇതൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കണം. എന്താ അങ്ങനെ വേണ്ടേ? ടീച്ചർ, ഇത് ഞാനല്ല. എന്റെ ബാഗിലാരോ. എനിക്കറിഞ്ഞൂടെ കുട്ടി നിന്നെ. വിഷമിക്കാതിരിക്കെ. നോക്കു മോനെ, ജീവിതത്തിൽ നമുക്ക് എല്ലാത്തരം ഫ്രണ്ട്ഷിപ്പും വേണം, മോശ സ്വഭാവക്കാരും. നമ്മളിലെ നല്ല ക്വാളിറ്റീസ് നമുക്ക് അവരിലേക്ക് പകരാൻ കഴിയണം. മറിച്ച് അവരുടെ കുഴപ്പങ്ങൾ നമ്മളിലേക്ക് വരികയാണെന്ന് തോന്നിയ ഒരല്പ അകലം പാലിക്കണം. കരുതൽ വേണം. മനസ്സിലായോ? ഗുരുനാഥനല്ല, കുരുനാഥൻ എന്നാ വിളിക്കണ്ടേ. ഒരു പാവത്തിനെ കള്ളനാക്കാൻ എന്നാ ഉത്സാഹമാ. ദേ, ടീച്ചർ പറഞ്ഞത് മനസ്സിൽ വെച്ചോ. ഒരു തുള്ളി പാഷാണം പാലേ വീണ ആ പാല കെട്ടുപോന്നെ. ചെല്ല. നിന്നെ തന്നെടാ, നമുക്കൊന്ന് കൂടണം കേട്ടടാ. ഹീറോന്റെ ബാഗിൽ നിന്ന് പരാഗ്. ടീച്ചർ, എനിക്കൊന്നും അറിയില്ല.
ഏട്ടായി ഏട്ടായി ആ ഏട്ടായി ഇന്ന് സ്കൂളിൽ നമ്മളോട് ഒരാൾക്ക് ഇഷ്ടവും സ്നേഹവും തോന്നുകയെന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത അവസ്ഥ ജോക്കുട്ടാ. നിനക്കെല്ലാം അറിയാവുന്നല്ലയോ, അതുകൊണ്ടാ. ഓക്കെ. ഒന്ന് സ്കൂളിലേക്കാണല്ലേ? ഇതും കൂടെ കൊണ്ടുപോക്കട്ടാ. ഇനി ആർക്കെങ്കിലും അറിയണോടാ? ഡാ എന്തിനാടാ വെറുതെ? ആ പോയോന്ന് എഴുതി തന്നോടാ. പോയ എനിക്കെല്ലാം മനസ്സിലായി. ഇന്നലെ നീ കൂടെ എന്നെ പെടുത്തിട്ട് ഡാടാ ഷൈനിങ് ഇച്ചിരിയും കുറച്ചു തരാം. ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? എന്നാണ് പ്രശ്നം? എന്താടാ ഇത്? റെസ്ലിംഗോ? തല്ല ടീച്ചറേ. ഗെറ്റ് ഔട്ട്. ഇറങ്ങി പോവാൻ. ടീച്ചർ ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ലേലും നീയൊന്നും ചെയ്യില്ലല്ലോ. ടീച്ചർ ജോലിനെ ആദ്യം ഇവരാ തല്ലിയേ. നിനക്കും ഇവരെ കൂടെ പുറത്തു പോണോ? സ്കൂളിലെ ഏറ്റവും ന്യൂസൻസ് ഈ ഡിവിഷനാ. എല്ലാ കുഴപ്പത്തിനും ഉണ്ട്. ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവരുടെ ഒരു ഊള ക്ലാസ്സാ. എന്താടാ ഇന്നും പുറത്താ? അതൊക്കെ എന്നാ ചൂടാ സാറേ. നിന്നേക്ക് ഇങ്ങോട്ട് വിടുന്ന വീട്ടുകാരുടെ ഉള്ളിലാടാ യഥാർത്ഥ ചൂട്. വയ്യല് വേറെന്തെങ്കിലും പണിക്ക് പോയിക്കൂടാ. വലിയൊരു പഠിപ്പിച്ചു. അവ ആരാന്നാ അവന്റെ വിചാരം? പോട്ടറാ. പിന്നെ അവന്റെ ബായി കൊണ്ട് പരാഗ് വെച്ചാ ആ സമയത്ത് നീ ആണെങ്കിലും എന്നാ ചെയ്യും? എടാ ജോയലിനെ എങ്ങനെയെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ എത്തിക്കണം. അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു പ്ലസ് ആടാ. അത് നേരെ ടീച്ചർമാരെ പെമ്പിളരുടെ ഇടയിൽ നമ്മുടെ ഇമേജും കൂടും. അല്ലെങ്കിലും വീട്ടിൽ അപ്പുറം ഉദാഹരണം പണതും ഇവനെ വെച്ചാണ്. ജോയിലേ ഇങ്ങോട്ട് വന്നേടാ. വന്നേ. എന്റെ പൊന്നടി ഒന്ന് നിക്കടാ. നിക്കടാ ജോയിലേ ഞങ്ങളെ ഒന്ന് മൈൻഡ് ചെയ്യടാ. അതെ എന്നോട് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. എന്റെ സ്വഭാവം പറയേ. ഓ പിന്നെ നിന്റെ സ്വഭാവം മാറിയാലും വിട്ടേക്ക് മുത്തേ. അതെ നീക്ക് ആദ്യം എന്റെ ബാഗിൽ പാൻ ബാഗ് ഇട്ട് ഇതും മാറാം. കാര്യം പറയട്ടെ. അവിടെ ജോയലെ സ്കൂൾ അടയ്ക്കാൻ 4 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാനൊരിടത്ത്, നീ ഒരിടത്ത്, ഇവനൊരിടത്ത്. പറഞ്ഞല്ലോ തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ. സോറിടാ. ആരാടാ നിന്റെ പരാതി? നടക്കണം അങ്ങോട്ട്. പറയടാ സോറി. അതൊന്നും വേണ്ട. ഏതൊന്നും വേണ്ടാന്ന്. സോറി പറയടാ. സോറി ജോയലേ. ഇറ്റ്സ് ഓക്കെ. ഇനി ഒരിക്കൽ കൂടി വിളിച്ച ഓടാ. ജോയലെ ഒരു വലിയ സോറി ഞങ്ങളും കൂടെ പറയട്ടാ. ആ വിട്. അപ്പൊ ദേഷ്യമൊന്നും ഇല്ലല്ലോ. എങ്കി ഓക്കെ കൈ കൊടുക്ക്.